അടിസ്ഥാനയോഗ്യമായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജത്തൻ മഈൻ. സ്വഹീഹായി വന്നിട്ടുണ്ട്, ഉംറത്തുൻ ഒരു ഉംറ റമളാൻ മാസത്തിൽ, തഅദിലു അത് തുല്യമാണ്, ഹജ്ജത്തൻ മഈ എന്നോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ്. റമളാൻ മാസത്തിൽ സാധാരണ ഒരു ഉംറ ചെയ്താൽ, ബുഖാരി മുസ്ലിം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്നു. അതാ റമദാനിൽ ഉംറ ചെയ്യണം എന്ന് പറയുന്നു. 15 ദിവസത്തേക്കല്ല വേണ്ടി, ഒരു മാസത്തേക്കാണ്. കൊണ്ടുപോകുന്നവർ ലാഭം പിടിക്കാൻ എടുക്കുന്ന പണിയാണ്. 15 മതി, അതന്നെ കുറേ അധികമാണ്, മടുക്കൂ. 30 ദിവസത്തേക്കല്ലേ എടുക്കണ്ടി. വഖദ് യംതനിഉൽ ഇഹ്റാമു, അപൂർവമായി ചിലപ്പോൾ ഇഹ്റാം പാടില്ലാതായി വരും. ബിഹാ ലിആരിളിൻ, പ്രത്യേക കാരണത്തിന് വേണ്ടി. കൊല്ലം മുഴുവനും ഇഹ്റാം കെട്ടാനുള്ള സന്ദർഭമാണെങ്കിലും പാടില്ലാതായി വരുന്നുണ്ട്. കമുഹിരിമിൻ ബിഹാൻ, ഉംറ കൊണ്ട് ഇഹ്റാം കെട്ടിയ ആളെപ്പോലെ. ഹജ്ജിൻ്റെ മാസം അല്ലാത്ത കാലഘട്ടത്തിൽ ഉംറക്ക് എന്താക്കി? ഇഹ്റാം ഇപ്പോൾ ഉണ്ട്. ആ ഇഹ്റാമിൽ നിന്ന് വിരമിക്കാത്ത കാലത്തോളം ഉംറക്ക് ഇഹ്റാം കെട്ടാൻ പറ്റുമോ? പിന്നെ ഇഹ്റാമുഹു മറത്തൻ ഉഖ്റായൽ ഹു, ഇത് ലാ തന്നഖിദു ഹജ്ജൻ ഫീ ഗൈരി അസ്രിഹി. മാസം മാറിയത് കൊണ്ട് ഹജ്ജ് ഏതായാലും ആവില്ല. വലാ ഉംറത്തൻ, എന്തുവാവില്ല? ലിഅന്നൽ ഉംറത ലാ തദ്ഖുലു ഫിൽ ഉംറത്തി, അപ്പോൾ പാടില്ലാതെ രൂപം വന്നില്ലേ? ഹജ്ജിൻ, അതുപോലെ ഹജ്ജിനെ പോലെ, ലം യൻഫിർ മിൻ മിനൻ നഫ്റൻ സഹീഹൻ, ശരിയായ രൂപത്തിൽ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് മിനയിൽ നിന്ന് അവൻ പിരിഞ്ഞു പോയിട്ടില്ല. മിനയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പല ഷർത്തുമുണ്ട്. അത് പൂർത്തിയാക്കാതെ ഒന്നിക്കിൽ അവൻ അവിടെ തന്നെ ബാക്കിയായി, അല്ലെങ്കിൽ അങ്ങോട്ട് എവിടെയെങ്കിലും പോയി. പിരിയേണ്ടുന്ന ക്രമം അനുസരിച്ച് പിരിഞ്ഞ എന്താ അവനിക്ക് ഉംറക്ക് ഇഹ്റാം കെട്ടൽ ജായിസാവില്ല. ഒക്കെ ഹാജിൻ, ഹാജിയെ പോലെ, ലം യൻഫിർ, അവൻ പിരിഞ്ഞു പോയിട്ടില്ല. മിമിനൻ അല്ലെങ്കിൽ മിമിന, അവർ മുൻസരിഫാക്ക, മിനയിൽ നിന്ന് അവൻ എന്തായിട്ടില്ല? പിരിഞ്ഞു പോയിട്ടില്ല. നഫ്റൻ സഹീഹൻ, വെറും ഒരു പേരിന് പോയിട്ടുണ്ട്, അതല്ല നോക്കുന്നത്. അതായത് അഅമാലുകളുമായിട്ട് ഇനിയും അവനിക്ക് ബാക്കിയുണ്ട് എന്നാ പറയുന്നത്. എങ്കിൽ അവനിക്ക് പിരിഞ്ഞു പോയത് ആയിട്ട് കണക്കൂട്ടോ? ഇല്ല. അമ്മ ഇഹ്റാമുഹു ബിഹാ ബഅദ ഫീ ഫസഹി, യഥാർത്ഥ രൂപത്തിൽ മിനയിൽ നിന്ന് രാജി വെച്ചവർക്ക് ഉംറക്ക് ഇഹ്റാം കെട്ടൽ ജായിസാണ്. വൈകാന വഖ്തു റമി ബഅദ നഫ്ലിൽ അവ്വലി ബാഖിയൻ, എറിയാനുള്ള സമയം ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ 12-ന്റെ അന്നേ പോയിനി, എറിയുന്നവർക്ക് എറിയാനുള്ള ടൈം ബാക്കിയുണ്ട്. ഹജ്ജ് ഹഖീഖിയായ രൂപത്തിൽ പിരിച്ചു വിട്ടിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ഇവിടെ നിന്ന് പിരിയേണ്ടുന്ന രൂപത്തിൽ പിരിഞ്ഞില്ലേ? ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി അല്ല, 2 ദിവസം വേണ്ട പോലെ കഴിച്ചു കൂട്ടി അമലെല്ലാം പൂർത്തിയായില്ല. അവനിക്ക് ഉംറക്ക് ഇഹ്റാം കെട്ടാം. നേരെ മറിച്ച് മിനയിൽ നിന്ന് പദ്ധതി ബാക്കിയുണ്ട്, അങ്ങനെ അവൻ മക്കയിലേക്ക് ഇറങ്ങി അങ്ങ് പോയി, ഇഹ്റാം കെട്ടാൻ പറ്റുമോ? ഹജ്ജിൽ നിന്ന് പരിപൂർണ വിരാമം വേണ്ടേ? നഫ്ർ പൂർത്തിയായാൽ ഹജ്ജിൽ നിന്ന് പോയതുപോലെയായി. അസാറ കമാ ലൗ മദാ വഖ്തു റമി, റമീൻ്റെ സമയം തീർന്നാലുള്ള അവസ്ഥ പോലെയായി. ഒമൻ അലൈഹി റമിയത്ത് ശരീഖി, അയ്യാമത്തെ ശരീഖിൻ്റെ ഏറ് ബാക്കിയുണ്ട് കുറച്ചെങ്കിലും. വഖദ് ഖറജ വഖ്തുഹു, സമയം തീരുകയും ചെയ്തു, 13 തീർന്നു, എന്നാൽ ഇഹ്റാം കെട്ടാം.
നിക്കാഹും പറ്റും, ഏതും പറ്റും. റമീൻ്റെ ബദലും തീർക്കണമെന്നില്ല, ഏറാമ് ബാക്കിയില്ല, അടയാളവും ബാക്കിയില്ല, സമയം തന്നെ തീർന്നല്ലോ. നേരെ മറിച്ച് പാഠം പഠിക്കലാരാന്ന് ബിഖിലാഫി മൻ ബഖിയ അലൈഹി റമിയും മിൻ യൗമിൻ അയ്ദീൻ. ദുൽഹജ്ജ് 10 ഏറിൽ നിന്ന് 7 ഏറ് വേണ്ടേ അന്ന്. ദുൽഹജ്ജ് 10 ഏറിൽ നിന്ന് എന്തോ ബാക്കിയായിരുന്നു. ദുൽഹജ്ജ് 10 ഏറ് അതിഗംഭീരമായ ഏറാണ്. അയ്യാമത്തെ ശരീഫിൻ്റെ ഏറ് എന്ന് പറഞ്ഞാൽ 3 പട്ടിയിലറിയണം, 7 അതിനേക്കാണ് ഗൗരവമേറിയ ഏറാണേത് യൗമുൻ നഹറിൻ്റെ ഏറ്. യൗമുൻ നഹറിൻ്റെ 7 ഏറ് പൂർത്തിയാക്കിയിട്ടില്ല, എന്നാൽ ഒരേറെങ്കിലും ബാക്കിയുണ്ട്. എനിക്ക് ഉംറ കൊണ്ട് ഏറാൻ കിട്ടാൻ സമയമായ. കാരണം 2 തഹല്ലുൽ പൂർത്തിയാകാത്ത കാലത്തോളം ഇഹ്റാമിൻ്റെ അടയാളം ബാക്കിയാവും. അയ്യാമത്തെ ശരീക്ക് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഫലമൊന്നുമില്ല. യൗമുൻ നഹറിൻ്റെ ഏറിന് പകരം എന്തെങ്കിലും ചെയ്യണ്ടേ? അത് ചെയ്തെങ്കിലേ തഹല്ലുലാകാൻ കഴിയുള്ളൂ. നോമ്പാണെങ്കിൽ നോമ്പ്, ആ തഹല്ലുലും കൂടി പൂർത്തിയായെങ്കിലല്ലേ എനിക്ക് എന്ത് പറ്റുള്ളൂ? ഇഹ്റാം, നിക്കാഹ്, വത്ത് അല്ലേ? ബിഖിലാഫി മൻ ബഖിയ അലൈഹി റമിയും മിൻ യൗമിൻ അയ്ദീൻ. ആടെ ആ പ്രശ്നം വരുത്ത്. അപ്പൊ ചിന്തിക്ക്, ഹജ്ജിന് പോയ ഒരാള് പിന്നെ ഹജ്ജ് സീസണിൽ തന്നെ ഉംറ ചെയ്യാം, ഓൻ ഹജ്ജിന് ഏറാൻ കെട്ടിയിട്ടേ ഇല്ല പോലും, എന്നാല് ഓനിക്ക് പറ്റുമല്ല. ഓനിക്ക് എന്തുണ്ട്? പിന്നെ ഹജ്ജിലോ പ്രവേശിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ ഒരാൾക്ക് ആ സൈഡത്ത് നിന്നിട്ട് ഉംറ ചെയ്തൂടെ? ചെയ്യാം. ഹജ്ജിന് പോയ ആളെ പറ്റിയാ പറയും. അയാൾ മിനയിലാ ഉള്ളത്, എവിടെയാ ഉള്ളതെന്നില്ല. മിനയിൽ നിന്ന് തിരിച്ചു വരാൻ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അവനിക്ക് എന്താക്കാം? എറിയുന്നവർ ഇനിയും എറിയാൻ ആടെ ബാക്കിയുണ്ട്. മബീത്തുകാർക്ക് മബീത്തും ആടുണ്ട്. ഇതെങ്ങനെ വരുത്തുക എന്ന് പറഞ്ഞാൽ നെഫ്രോൻ സഹീഹ് എന്ന് പറഞ്ഞാൽ നെഫ്രു അബ്ബലി 12 അന്ന് അപ്പോൾ 2 മബീത്തും കിട്ടി, 2 ദിവസത്തെ ഏറും കിട്ടിയില്ലേ? ഫമൻ തഅജ്ജല ഫീ യൗമൈൻ ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ. 12 അന്ന് ഇറങ്ങിയിട്ട് പോയി മതിയാക്കിയെന്ന നീയത്തോടു കൂടി. നേരെ മറിച്ച് ഇന്ന് രാത്രി വരുമോ നാളെ പകൽ എറിയും എന്നാണെങ്കിൽ ഓൻ്റെതൊന്നും നെഫർ പൂർത്തിയായിട്ടില്ല, ഓനിക്ക് കയറാൻ കിട്ടാൻ പറ്റൂല. 12 13 നോക്കിയിട്ടല്ല പറയും. ഹജ്ജിൽ നിന്ന് രാജിയായോ ഇല്ലയോ എന്നാണ്. ഇപ്പം എന്താവും? പന്ത്രണ്ടും 13 നോക്കിയിട്ടല്ല എന്ന്. 12 തന്നെ മക്കയിലേക്ക് ഓനെ ഇറങ്ങിയിട്ടങ്ങ് പോയി മിനയിൽ നിന്ന്. അവൻ പറയുന്നത് മഗ്‌രിബാകുമ്പോഴേക്ക് ഞാൻ വരും. അന്നേരം പിന്നെ എങ്ങനെ ഉംറ കയറാൻ കെട്ടല്? ഹജ്ജിയാവണം. പിരിയേണ്ടുന്ന രൂപത്തിൽ മിനയിൽ നിന്ന് പിരിഞ്ഞു പോയാക്ക് ഇവിടെ എന്തെല്ലോ നടക്കുന്നുണ്ട് ഇനിയും, എന്നാലും ഉംറക്ക് കയറാൻ കെട്ടാം. നെഫ്റ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ എന്താക്കാം? ഏറാൻ കെട്ടാം. ആടെ എറിയാനുള്ള സമയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ശരി. 13-ാം രാവും 13-ന്റെ പകലെല്ലാം ആടെ ബാക്കിയുണ്ട്, അത് നോക്കണ്ട. നെഫ്റോട് കൂടി ഹജ്ജിൽ നിന്ന് ഒഴിവായി. അയ്യാമത്തെ ശരീക്കിൻ്റെ ഏറ് ബാക്കിയുണ്ട്, 13 അവസാനിച്ചു പോയി. എന്നാ ഇനി പറഞ്ഞിട്ട് വരയില്ല, രാജി തന്നെ. ഉംറ കൊണ്ട് ഏറാൻ കെട്ടാം, നിക്കാഹ് ചെയ്യാം, എല്ലാം പറ്റും. ഏറിൻ്റെ ബദൽ പോലും പിന്നെ വിട്ടിയാൽ മതി, അതിൻ്റെ മേലെ തവക്കുഫില്ല. കാരണം അയ്യാമത്തെ ശരീക്കിൻ്റെ ഏറ് അത്ര സുശക്തമായ ഏറല്ല. 3 പട്ടിയിൽ എറിയുന്നത് 7 21 11-നും 12-നും 13-നും 21 വീതം ഏറുണ്ട്. 7 ആ ഏറിലെല്ലാം നമുക്ക് കളി. അത് നിങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തോ. അതുണ്ടായാലും ഏറാമ് അല്ല, ആദ്യത്തെ ഏറാമ് ബാക്കിയുണ്ട് എന്നൊന്നും അതിനെപ്പറ്റി പറയില്ല. പിന്നെ ആർക്കാ പ്രശ്നം? പെരുന്നാളിൻ്റെ 7 ഏറുണ്ടല്ല, രാവിലെ എറിയുന്ന ഏറാണ്. അയ്യാമത്തെ ശരീരത്തിൻ്റെ ഉച്ച കഴിഞ്ഞിട്ട് എറിയുന്ന ഏറാണ്.
ആ 7 ഏറിൽ നിന്ന് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവനിക്ക് രക്ഷയില്ല. വിരാമം വരോ? എറിയാനുള്ള സമയം കഴിഞ്ഞു പോയെങ്കിലോ അതിന് ബദലും കിട്ടണം. അയ്യാമത്തെ ശീക്ക് തീർന്നു പോയി, പെരുന്നാളിന്റെ ഏറ് ബാക്കിയുണ്ട്. എന്നാല് ഖലാഖല്ല കഫാറത്ത്. അതെ, നോമ്പോ ഭക്ഷണം കൊടുക്കൽ അത് തീരാതെ കാലത്തോളം ഇവൻ തയ്യാറായ അപ്പൊ എന്ത് കെട്ടാനും കഴിയില്ല. ഈ ഹജ്ജ് നടക്കുമ്പോൾ തന്നെ ഉംറ ചെയ്യുന്ന ആളുണ്ട്. ഹജ്ജിന്റെ ഏറാൻ കെട്ടിയിട്ടില്ല, പ്രവേശിച്ചിട്ടില്ല, മക്കയിലെത്തിയേ ഉള്ളൂ. ഓനിക്ക് പിന്നെ എപ്പം പറ്റൂലേ? കണ്ടോ എത്രത്തോളം എന്ന് വെച്ചാൽ വൈലം യകുൻ ബിഹാ, അവൻ താമസിക്കുന്നത് എവിടെ അല്ലെങ്കിലും ശരി, എന്നാലും ശരി പറ്റൂല. കാരണം അവനെ എത്രയും വേഗം എവിടത്തേക്ക് തിരിച്ചെത്തിക്കണം? ആദ്യത്തെ ഹജ്ജ് പൂർത്തിയാക്കി കഴിഞ്ഞോ? ഇഹ്റാമിന്റെ എന്തെങ്കിലും ഒരടയാളം ബാക്കിയാകല്. ഇഹ്റാം കെട്ടിയപ്പോൾ വേണ്ടപ്പെട്ടതായ സംഗതിയിൽ നിന്ന് എന്തെങ്കിലും ബാക്കിയാകല്. ഇഹ്റാം ബാക്കിയാകും പോലെ തന്നെയാണ്. ഇഹ്റാം ബാക്കിയാകുമ്പം ഇഹ്റാമിന്റെ മേലെ ഇനി ഇഹ്റാം കെട്ടാൻ കഴിയോ? ഇല്ല. എന്താ പറ്റൂല. ഈ പറഞ്ഞതിൽ നിന്ന് എന്ന് പറഞ്ഞില്ലേ എന്ന യാവ് കൊണ്ട് എഴുതിയാൽ തന്മീൻ പറ്റൂല കേട്ടാ. അലിഫോണ്ട് എഴുതിയെങ്കിലാണ് തന്മീൻ പറ്റൂ. അലിഫോണ്ട എഴുതിയെങ്കിൽ തന്മീൻ ഉച്ചരിക്കാം അസം പോലെ. യാവ് കൊണ്ട എഴുതിയെങ്കിൽ ഗൈറുൻ സൈഫാക്കി ഉജൂബാകും. എന്താ യാവ് കൊണ്ട എഴുതിനി അപ്പൊ മിനാ. ഞമ്മളിപ്പം പറഞ്ഞില്ലേ എന്നതുകൊണ്ട് വേണ്ടതുപോലെ അറിയപ്പെട്ടു. ഒരു കൊല്ലം തന്നെ 2 ഹജ്ജ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ? അങ്ങനെ എത്രയോ ആൾ ചോദിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ തന്നെ 2 ഹജ്ജ് ഒപ്പിച്ചെടുത്തൂടെ? പല സൂത്രങ്ങളും അവർ എന്താക്കിയിട്ടുണ്ട്, ആരാഞ്ഞു നോക്കിയിട്ടുണ്ട്. ഒരു നിലക്കുമാകോ? ഇഹ്റാമിന്റെ ലെവലേശം ബാക്കിയുള്ള കാലത്തോളം അടുത്ത ഇഹ്റാം പറ്റോ? അവിടെ ഇവന് കാശി വന്ന് ശരിയാക്കിയേ. ബദല് കൊണ്ടാന്നാലേ പറ്റുള്ളൂ. 124 ശരിയായില്ലേ? 2 ഹജ്ജ് ഒരു കൊല്ലം ഒന്നിലധികം ഹജ്ജ് ചെയ്യാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് വെട്ടിത്തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒരു നിലക്കും സാധ്യമല്ല. എന്തെല്ലാം അടവുകൾ പ്രയോഗിച്ചു നോക്കി, ആരെല്ലാം എന്തെല്ലാം സൂത്രങ്ങൾ പറഞ്ഞു നോക്കി. ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിലധികം ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെന്ന് വിസുവരി പല തന്ത്രങ്ങളെ കൊണ്ടു ഒന്നിലധികം ഹജ്ജ് സാധിക്കാവുന്നുണ്ട് പോലും. അതിനുള്ള ഫിഖിയായ പോംവഴിയും അതിനെ തവിടും പൊടിയാക്കിയിട്ടുണ്ട്. തനിച്ച് ബാത്തിലാണ് പറയുന്നത്. ഹാഷിയത്തിൽ 130 131 131 ഹാഷിയത്തിൽ ഞാൻ അതിനെ തകർത്തിട്ടുണ്ട്. അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാം. തന്ത്രം പലതും വലിച്ചു നോക്കി.
അവർ കൊണ്ടുവന്ന എല്ലാം എങ്ങനെയാണ് എന്താകുന്നു ബാക്കിയാകുന്ന കോലത്തിലേ വരുന്നുള്ളൂ. അത് സർക്കസി തന്നെ പറഞ്ഞു കൊടുത്തിട്ടതാ. ഇബാറത്തു നിഹായ തസ്വീർ സർക്കസി വഖൂഅഹുമാ ഫിഹാ മിൻ മർദൂദ് ഖാലാസ് സർക്കസി എങ്ങനെയാ പറഞ്ഞ ഒന്നിലധികം പറ്റും. ഈ വസുബിറ എന്ന് പറഞ്ഞ ഒന്നിലധികം പറ്റും. പല രൂപവും എല്ലാം ബാത്തിൽ മർദൂദാണ്. ഒരു രൂപമാണ് സർക്കസി പറഞ്ഞത്, അതും മർദൂദ് തന്നെ. ഇല്ല, ഇതൊക്കെ സർക്കസി പറഞ്ഞതല്ല, ബിസുവിന് പറഞ്ഞത്. അത് പഠിക്കണ്ടെങ്കിൽ ആശയത്തിൽ നോക്കി നോക്കി പഠിക്കണം. അങ്ങനെ ആക്കിക്കൂടെ, ഇങ്ങനെ ആക്കിക്കൂടെ. അപ്പോൾ രാത്രി 12 മണിയാകുമ്പോഴേക്ക് തീർന്നില്ലേ, അടുത്ത ഹജ്ജ് തുടങ്ങിക്കൂടെ. സർക്കസി പൊട്ടിച്ച അടവ് നോക്കിയേ. അതെ, മക്കയിലേക്ക് പോകാൻ പാതിരാ സമയത്ത് അതെ സൈൻ ചെയ്യാം. 2 തഹല്ലുലായില്ലേ, രാത്രി തന്നെ ആ എല്ലാം തീർന്നില്ലേ. ഇനി എന്താ വേണ്ടി പിന്നെ കിട്ടിയില്ലേ. ഇഹ്റാമിന്റെ ചെറിയ അടയാളെങ്കിലും ബാക്കിയില്ലേ. പിന്നെ ജിഹി അൽ ഹജ്ജത സാനിയത അൽ മബീതു ബിമിന ഉണ്ട്, റമി അയ്യാമത്തെ ശരിക്കില്ലേ. പിന്നെ എന്തറിഞ്ഞിട്ടാവും പോകുന്നത്. ഇഹ്റാമിന്റെ അസറന്നല്ലേ അതും കൂടെ പൂർത്തിയാക്കാണ്ട് അടുത്ത ഇഹ്റാം കെട്ടൽ ജായിസാവോ? കണ്ടാ. ولا تنعقد كالحج ممن حرم بها وهو مجامع أو مرتد. സംയോഗം ചെയ്യുന്ന അതേ അവസരത്തിൽ ഇഹ്റാം കെട്ടിയാൽ, റിദ്ദത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇഹ്റാം കെട്ടിയാൽ ഹജ്ജും സഹിയല്ല, ഉംറയോ വയ്യ മുസ്ലിമായിട്ടും ഫലമില്ല. ഇഹ്റാം ഉറക്കണ്ടിക്കിൽ തന്നെ ഇസ്ലാം ചെറുത്തല്ലേ. അതുപോലെ ജിമായിൽ നിന്ന് വിരമിക്കൽ ചെറുത്തല്ലേ. അദമുൽ ജിമാ എന്താ? വലാ തൻഅഖിദു കൽ ഹജ്ജി മിമ്മൻ അഹ്റമ ബിഹാ, ഏത് സ്ഥിതിയിൽ വഹുവ മുജാമിഉൻ ഔ മുർതദ്ദുൻ, കഴിയുന്ന ഉംറ വർദ്ധിപ്പിക്കണമെന്നാ പറയുന്നു. അതിനാ മക്കയിൽ പാഞ്ഞു കയറുന്നു. ഭംഗിയായി ഉംറ ചെയ്യാൻ 2.5 മണിക്കൂർ, 2.5. നീലമ്പത്തുനിന്ന് ആയിച്ചി പോകേണ്ട ദൂരത്തിൽ ആയിഷ മസ്ജിദ് ഉണ്ട്, അടുത്തേക്ക് പോകണം. ഉംറ കയറാൻ കെട്ടണം, വരണം, തവാഫ് ചെയ്യണം. തവാഫ് ചെയ്യണം, സയ്യും ചെയ്യണം, മുടിയും നിൽക്കാം. 2.5 മണിക്കൂറാവും പാകം പോലെ. ജീറാനത്തിൽ നിന്ന് ഏറാൻ കിട്ടുന്നുണ്ട് വടാ ഉംറ അടയാം. അത് ഒരു ദിവസം എന്നല്ലാണ്ട് സാധിക്കില്ല. 50 കിലോമീറ്റർ പോയിട്ട് തന്നെ വടാ ഉംറ. 300-ലധികം അംബിയാ മുർസലീങ്ങളെ ഏറാൻ കെട്ടിയ വടാ ഉംറ ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് കാണിച്ചു തരും. ജീറാനത്ത് അവിടെ കൂടുതലായി പോകണ്ടെങ്കിൽ നമ്മൾ ചിലവിട്ടിട്ട് തന്നെ പോകണം. ഈ സംഘക്കാരുടെ വക ഒരു പ്രാവശ്യം അവിടെ പോയി വരാൻ നമ്മളെ സഹായിക്കുള്ളൂ. നമുക്ക് ഉംറ വേണ്ടത്ര കിട്ടുന്നുണ്ട്. പോയ ദിവസം ഉംറ കിട്ടും. നമ്മളെ മീഖാത്തിൽ നിന്ന് ഏറാൻ കെട്ടിയിട്ട് പോയോട്ട് പിന്നെ മക്കയിൽ താമസിക്കുന്ന കാലത്തോളം നമ്മൾ പോയിക്കൊണ്ടിരിക്കുക വേണ്ടത്. പിന്നെ നമ്മൾ മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പം ദുൽഹുലൈഫയിൽ നിന്ന് ഏറാൻ കെട്ടിയിട്ട് അങ്ങനെയും ഉംറ കിട്ടും. പിന്നെ ഉംറൻ്റെ സ്റ്റേഷനുകളുണ്ട് പോകാൻ പറ്റിയ, അവിടത്തേക്ക് നമ്മൾ പ്രത്യേകം പോയാൽ ഉംറ കിട്ടും. മക്കയിൽ നിന്ന് ഹില്ലിലേക്ക് പുറത്തിറങ്ങിയാൽ ഇഹ്റാം കെട്ടാം ഉംറക്ക്. പിന്നെ അകത്തേക്ക് അങ്ങ് കയറാം ഹറമിലേക്ക്. തവാഫ് ചെയ്യാം. 35 മിനിറ്റ് ഉണ്ടെങ്കിൽ തവാഫായി. അതേപോലെ 35 മിനിറ്റ് ഉണ്ടെങ്കിൽ സയ്യുവായി. പിന്നെ മുടിഞ്ഞിറക്കിയാലായി. ഒരു ദിവസം തന്നെ എത്രയും പ്രാവശ്യം ഉംറ ചെയ്യുന്ന ആളുണ്ട്. നമ്മ ഹജ്ജ് സീസണിലല്ലാണ്ട് നേരത്തെ പോയിട്ട് ദുൽഖഅദയിൽ ആദ്യത്തിലെല്ലാം പോയാൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പം എത്രയും ഉംറ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ പ്രത്യേകം വണ്ടി കയറിച്ച് പോകണം, അവർ സഹായിക്കുന്നില്ല. നടക്കുന്ന ആൾ നടക്കും. നടക്കുമ്പോൾ 1 മണിക്കൂർ അങ്ങ് പോകും, 3/4 മണിക്കൂർ അങ്ങ് പോകും. സമയം ചോരും. പക്ഷെ നല്ല തന്നെ നടക്കുന്ന ആൾ അത്രയും ഉണ്ട്.
മുക്കാൽ അങ്ങനെയും മുക്കാൽ ഇങ്ങോട്ടും ആവില്ലേ? നമ്മൾ ട്രക്കറിന് കയറിയിട്ട് വേണം അവിടെ പോകാൻ, ചില്ലറ പൈസ കൊടുത്തിട്ട്. കണ്ട ഉംറ അതിനകത്ത് ആഫിയത്താണ് ഏറ്റവും അധികം വേണ്ടി. ആഫിയത്ത് ഉണ്ടെങ്കിൽ അവിടുത്തെ ഓരോ പോയിന്റ് ഓരോ മുള്ളാണി വരെ നമ്മൾക്ക് തൊട്ടറിഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ട എല്ലാ സംവിധാനമുണ്ട്. ഹസനാത്ത് സ്കോർ ചെയ്യാൻ അധികം ആളുടെയും ഭാഗ്യക്കേട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പോയി വന്നത് നന്നാകലല്ലേ. അതിനെല്ലാം പോക്ക് 97 വയസ്സായാലാണ്. ഇതൊന്നും കൊള്ളാണ്ട് ഇതാ 6 സൗദ് എന്ന് പറഞ്ഞു തന്നെ അവർക്ക് കാണുന്നില്ല അത്. അതേസമയത്ത് ആഫിയത്തുള്ളവർ 6 സൗറിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് വരെ വാരുന്നു, അതിൻ്റെ ഉള്ളിൽ 6 ഹീറായിലും കയറുന്നു. അപ്പോൾ ഈ ഓടാനും ചാടാൻ ഇതുപോലെ ഇത് നടക്കണ്ടേ. ഇത് 7 റൗണ്ട് നടക്കുമ്പോഴേക്ക് എന്തായി? 5.25 കിലോമീറ്ററായി. 3/4 കിലോമീറ്ററാണ് സഫാ മർവ. 3/4 അല്ല, 6 കിലോമീറ്റർ വെക്കും. 7 റൗണ്ട് ചുറ്റുമ്പോഴേക്ക് 6 കിലോമീറ്റർ നടക്കണ്ടേ ഇത്. പിന്നെ തവാഫിന് നടത്തല്ലാണ്ട് ആവോ? വീർത്തി ഈ ചേറിലെത്തി കൊണ്ട് പോകുന്നതിൽ എന്തിനാ കൊള്ളൽ? അത് എത്ര ആക്കാ കിട്ടല്? അപ്പം എല്ലാം ആഫിയത്താ വേണ്ടി. വളരെ ചെറുതാകുമ്പോൾ തന്നെ 18 വയസ്സാകുമ്പോൾ തന്നെ മക്കയാണ് ഉന്നം വെക്കേണ്ടതെന്നാണ്. ഏത് മൂലയ്ക്ക് ഇരുന്നാലാന്ന് പ്രതിഫലം എങ്ങനെയാണ് ഏതെല്ലാം നോക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഹജ്ജ് സീസണിൽ അടുക്കും തോറും നമ്മൾ ഉംറ ചെയ്യാതിരിക്കൽ നല്ലതെന്നാണ്. വീക്ക്നെസ് വരുന്നതുകൊണ്ട് ഹജ്ജിന് നല്ലോണം നമ്മൾ കണക്കിലെടുത്തിട്ട് ചെയ്യണ്ടല്ലേ. അപ്പം അതിനോട് അടുക്കുന്ന ദിവസം എന്തിന് പുറപ്പെടാൻ പാടില്ല. ശയ്യാകുമെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, പോകാതിരിക്കൽ നല്ലത്. എന്തിനു വേണ്ടിയിട്ട്? ശക്തി സംഭരിക്കാൻ വേണ്ടിയിട്ട്. ഏതിലേക്ക്? ഹജ്ജിന്. ഹജ്ജിന് എന്തെങ്കിലും ഒരു തളർച്ച വരാൻ പാടില്ലല്ലോ. കല്ലെറിയാൻ പോകുമ്പോഴോ കുറേ നമ്മൾ ഇപ്പോഴേ നയിച്ചാൽ അപ്പോൾ ഉറക്കൊയ്യലി അതുപോലെ നടത്തോ അല്ല കുറച്ച് വെക്കണം. കഴിയുന്നത്ര ഉംറ ചെയ്യാൻ വേണ്ടി ഉംറ കഴിയുന്നത്ര വർദ്ധിപ്പിക്കല്ലേ വേണ്ടി. പക്ഷേ ദഹബൽ മുസനി ഷാഫി ഇമാമിന്റെ മൂത്ത ശിഷ്യനല്ലേ മുസനി, ഇല അന്നല്ലുംറ ജൂസുഫില്ലാമി ഇല്ല മറത്തം വാഹിദ, ഒരു കൊല്ലത്തിൽ ഒരു ഉംറ മാത്രമേ പറ്റുള്ളൂ. മുസനി ഇമാം പ്രസ്താവന. ഹല്യൂബിയിലുണ്ട്, അമീറയിലുണ്ട്. അത് വാത്തിൽ മർദൂദും ലായു അബ്ബലും എന്ന് പറയും. ഹല്യൂബി അമീറ 292. ഇത്ര വലിയ ശിഷ്യനായിട്ട് ഇങ്ങനത്തെ മസാല പറയും. മുസനി ഇമാമിന്റെ തഫറുദാത്ത് എന്ന് പറഞ്ഞില്ലേ, ഒരു കൊല്ലത്തിൽ ഒരു ഹജ്ജ് ഒരു ഉംറ പോലും. പിന്നെ ഹജ്ജിന് ഏറാൻ കെട്ടിയ അതേ കൊല്ലം തന്നെ തീർക്കണം. ഈ ഏറാൻ അടുത്ത കൊല്ലത്തേക്ക് ഉപകരിക്കൂല, ഉംറക്ക് ഉപകരിക്കും. ഏറാമിലായി ബാക്കിയാവുമെങ്കിൽ കാലാവധിയൊന്നുമില്ല. ഹജ്ജിന് അതാത് കൊല്ലം തന്നെ ഏറാം, അല്ലെ തഹല്ലുലായിട്ട് തീർത്തോളണം. ഇതേ ഏറാമിൽ തുടരാൻ വിടൂല, അനുവദിക്കൂല. പ്രത്യേകിച്ച് റമദാനിൽ. അതെന്തേ? ഇതിൽ ഹദീസിൽ മദ്കൂരി 36 ഹദീസ് പറഞ്ഞിട്ടില്ലേ? എന്താ? അതിന് വേണ്ടിയിട്ട് ഉംറ ചെയ്യലാ നല്ലത്, തവാഫ് ചെയ്യലാ? എങ്ങനെ നല്ലത്? ടൈം തുല്യമായാൽ ഉംറയ്ക്ക് 2.5 മണിക്കൂർ, തവാഫ് 35 മിനിറ്റ്. അതിനനുസരിച്ച് തവാഫ് വർദ്ധിപ്പിച്ചിട്ട് അവിടെയാ ചർച്ച. പൊതുവെ ഒരാളോട് ചോദിക്കുന്ന ഉംറയാ നല്ലത് തവാഫ്? അത് പിന്നെ ഉംറ തന്നെയല്ലേ? അത് പിന്നെ ഉറപ്പ് തന്നെയല്ലേ? കാരണം തവാഫ് അല്ലാതെ തുടങ്ങിയതല്ലേ. ടൈം 4 ഇരട്ടിയാവൂലേ? അവിടെ എല്ലാം ചോദിക്കുന്നു. ആ, ഒരു ഉംറന്റെ സ്ഥാനത്ത് 5 തവാഫാവും. 35 റൗണ്ട്. ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ 7. നമ്മൾ പോയാൽ 50 തവാഫാ ചെയ്യേണ്ടതെന്നാണ് അവിടെ ലിസ്റ്റെല്ലാം ഉണ്ട്. എങ്ങനെയെങ്കിലും 50 ഒപ്പിച്ചെടുക്കണം എന്നാണ്. 50 എന്ന് പറഞ്ഞാൽ 350 കറക്കോ? ആ, 350 റൗണ്ട്. ആ, 5 റൗണ്ട് തവാഫ് ഭംഗിയിൽ ചെയ്യാം ഒരു ഉംറന്റെ സ്ഥാനത്ത്. എന്നാ ഉംറ എണ്ണം കുറയും, തവാഫ് എണ്ണം കൂടും. ഏതാ നല്ലത്? ഉംറ. പക്ഷേ നമ്മ ഈ പോകുന്ന വയസ്സന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ നല്ലത് തവാഫാണ്.
ഒന്നാമത് അവർക്ക് താങ്ങാനാകുന്നില്ല. അതുപോലെ ഫർളെല്ലാം തെറ്റിക്കുന്നു, എന്തെല്ലോ ആകും. വെറുതെ ഫർള് വെച്ച് കെട്ടും. തവാഫ സുന്നത്തേലാകുന്നുള്ളൂ. അബദ്ധം വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഈ പോകുന്നവർക്ക്. അതാണ് ഈ സംഘക്കാർ കൊണ്ടുപോയാൽ നിങ്ങൾ കഴിയുന്നത്ര തവാഫ് ചെയ്തോ, അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്കായില്ലേ, എന്തിനാ വേഷം കെട്ടുന്നു എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തേന്ന് പറഞ്ഞാൽ പെരടിക്കായി തഹല്ലുലാ മറ്റും തെറ്റിയില്ലെങ്കിലോ മുഹറമാത്തുൽ ഇഹ്റാം വരുന്നു, അല്ലെ ഫർളിന് എന്തെങ്കിലും ഭംഗം വരുന്നു, പിന്നെ ഈ സഫാ മർവാന്റെ നടത്തം സാധിക്കാണ്ട് വരുന്നു. ഫർളായ പിന്നൊന്നും അനങ്ങാൻ പറ്റോ? അതുകൊണ്ട് അവർക്കാ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ബാല്യക്കാർക്ക് എന്താ നല്ലത്? ഉംറ തന്നെയാണ്. എണ്ണം കുറഞ്ഞാലും അലൽ മുഅ്തമദി 2 കോലുണ്ട്. എപ്പോഴും ഇദസ്തവയാ ഫി സമനിൽ മസ്റൂഫി ഇലൈഹിമ, രണ്ടിൻ്റെയും ടൈം തുല്യമാണെങ്കിൽ, നേരെ മറിച്ച് ഒന്നിൻ്റെ ടൈം അധികം ഒന്നിന് കുറവാണെങ്കിൽ ആ ടൈം അറിയതാണെന്നാകില്ല. ടൈം പരിഗണിച്ചുകൊണ്ട് അത് 94 മറിക്ക് ടൈമിൽ ഒപ്പിച്ചത് കൊണ്ടാണ് സംസാരം. 94 ചിന്തിക്കറ എല്ലാ ഭാഗവും യുദ്ധക്കളം പോലെ 94 മറിക്ക്. അടിയിൽ ഞാൻ ശരിയല്ലേ? 7-5-35 റൗണ്ട് ചുറ്റാൻ പറ്റും തവാഫ്. അതേ 5 തവാഫിന്റെ സ്ഥാനത്ത് ഉംറ എത്രനെ കിട്ടുന്നുള്ളൂ. എന്നാലും ഉംറയാ വേണ്ടത്. لأنها عمرة لا تقع من المكلف الحر إلا فرضا لأن النفل بالشروع فيه يصير واجبا. തന്നെയാണല്ലോ പിന്നെ തത്തവഴി 70 തത്തവ് കൂടിയാലല്ലേ ഒരു ഫർളിന് സമാവും. അപ്പൊ കഴിയുന്നത്ര ഏതന്നെ വേണ്ടത്? 10 സാധാരണ ഹാജിമാർ പിടിക്കലുണ്ട്. 10 ഉംറ ടോട്ടലി. പിന്നെ മടുത്ത് നെൽമറിഞ്ഞിട്ട് പിന്നെ മതിയാക്കലാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് കുറേ ദിവസം അവിടെ ഉണ്ട്. ഒരു ദിവസം 4-5 എങ്ങനെയും ചെയ്യാം. വൽമീഖാത്തുൽ മക്കാനിയോ നീ പറ, എല്ലാം ശരിയായില്ലേ? വൽമീഖാത്തുൽ മക്കാനിയോ ലിൽ ഹജ്ജി, ഹജ്ജിനുള്ള മീഖാത്ത് ജമാനല്ല മക്കാനാ പറയും. വലൂഫി ഹക്കിൽ ഖാരിനി, ഹജ്ജിനും ഉംറക്കും മൊത്തം ഏറാൻ കെട്ടിയ ആളായാൽ ഓന ഹജ്ജിന്റെ വിധിയാണ്. ഹജ്ജിനും ഉംറക്കും മൊത്തം ഏറാൻ കെട്ടിയിട്ട് ഹജ്ജ് മാത്രം ചെയ്താൽ ഹജ്ജുമായി ഉംറയായി. ഓന് ഹജ്ജിന്റെ വിധിയാണ്. തഗ്ലീബൻ ലിൽ ഹജ്ജി ഫീ ഹഖി മൻ ബി മക്ക, ആ സമയത്ത് മക്കയിലുള്ള ആളാണെങ്കിൽ വലു ആഫാഖിയ്യൻ, എവിടുന്നോ കയറി വന്ന ആള്, ആ ഭൂമിയുടെ ഏത് അറ്റത്തുനിന്ന് വന്ന ആളായാൽ ഏറാൻ കെട്ടുന്ന സമയത്ത് മക്കത്താണെങ്കിൽ നഫ്സ് മക്ക, ലാ ഖാരിജുഹാ, എത്രത്തോളം വലു മുഹാദിയഹ, കൃത്യമായ ഡയറക്ഷൻ കിട്ടുന്നു. മക്കയുടെ സൂറിന് പുറത്തുനിന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നേരെ മക്കയിൽ കയറി അതേ മഹാദാത്ത് 4 വിഭാഗത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. മതിയാവോ? പുറത്ത് പറ്റൂല എന്നാണ് അലൽ മുഅ്തമദി. ആടെ എല്ലാവരും ഇത്തിഫാക്കൊന്നല്ല, പറ്റുമെന്നും നിരവധി ആള് പറഞ്ഞിട്ടുണ്ട്. മുഹാദി അലൽ മുഅ്തമദി നടത്തേക്കാൻ നഫ്സ് മക്കയിലേക്കല്ല, വലോ മുഹാദിയ ആയാലും പറ്റൂല എന്നാണ് അലൽ മുഅ്തമദി. എന്തേ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിഹായ അസ്നൽ മതാലിബ്, അതുപോലെ ഖതീബ് ശിർബീനി പറയുന്നത് എന്താ? ലൗ അഹറമ മിൻ മുഹാദാതിഹാ ഫലാ ഇസാത വലാ ദമ, നഫ്സ് മക്ക എന്നാകണമെന്നില്ല. എന്ത് മതി? ശരിയായ ദിശ കിട്ടിയാൽ മതി. പുറത്തുനിന്ന് അത് ബാത്തിൽ മർദൂദാണ് എന്നാണ് ആര് പറയുന്നത്? ആ ഇവനതെല്ലാം ഇത്തമി വാദിക്കുന്നു, പറ്റൂല. സാക്ഷാൽ മക്കയാണ്.
മഹാദാത്ത് മതിയാവില്ല. ഇവർ ചോദിക്കുന്നേ മറ്റുള്ള എല്ലാ മീക്കാത്തിലും തന്നെ കയറണമെന്നുണ്ടാ? ഭൂമി ലോകത്തുള്ള ഏത് മീക്കാത്തിൽ കയറണമെന്നുണ്ടാ? ഇല്ല. പിന്നെ മഹാദാത്ത് മതി. പിന്നെ ഇവിടെന്തൊരു മഹാദാത്ത് പറ്റാണ്ട്. ഇപ്പൊ മക്കയിൽ നിന്ന് വെളിയിലേക്ക് പോയി നാലാലൊരു ഭാഗത്ത് നൂല് പിടിച്ചാൽ കൃത്യം മക്കയിലേക്ക് കിട്ടുന്നുണ്ട്. മദീന, നിഹായ, അസ്നൽ മത്വാലിബ്, മുഗ്നി എല്ലാം പറയുന്നത് പറ്റൂല എന്ന് കഠിനമായി ആര് വാദിക്കുന്നു? അത് നഫ്സ് മക്കാന്നുള്ള ഇനാണ്, പുറത്തുള്ള സമരത്തിനല്ല. ആത്തിയായ ഖബറിന് വേണ്ടി ആത്തി 42. ആത്തി മറിച്ച് നോക്ക്. ആത്തി എന്താ? ആത്തി ഹത്താ അഹ്ലി മക്ക മിൻ മക്ക എന്ന് പറഞ്ഞതാ ആത്തി. ആത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹത്താ അഹ്ലി മക്ക മിൻ മക്ക എന്ന് പറഞ്ഞത്. ഹത്താ അഹ്ലി മക്ക മിൻ മക്ക എന്നില്ലേ? ആത്തി 42 മക്കയിലുള്ളവർ മക്കയിൽ നിന്ന് തന്നെ 42 42 അടിയിലെ വരിയിലില്ലേ? പ്രത്യേകമായ മീഖാത്തില്ല. കണ്ട? അപ്പൊ എന്തായി? മക്കാർ മക്കയിൽ നിന്ന് ഇറാൻ കെട്ടട്ടെ.